നമസ്കാരം. ACV ന്യൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ സുരാജ് വെഞ്ഞാറമൂട്. സ്വാഗതം ശ്രീ സുരാജ് വെഞ്ഞാറമൂട്. നമസ്കാരം. ഈ വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ അത് അടിവരയിടണം. കാരണം ഒരു കാലം വരെ ഈ മലയാളികൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ പറഞ്ഞിരുന്നത് ഈ സുരാജാണ് ഈ തിരുവനന്തപുരത്തിന് ഇങ്ങനെ ഒരു ഭാഷയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെളിയിലുള്ള ലോകത്തെ അറിയിച്ചത്. അതായത് തിരുവനന്തപുരത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു വൈകൃതമായ ഒരു ഭാഷയാണ് എന്നൊക്കെയായിരുന്നു ഒരു ധാരണ. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് താങ്കൾക്ക് ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ആ മലയാളികൾ തന്നെ ഏറെ അഭിമാനിക്കുകയും ചെയ്തു, അല്ലേ? തീർച്ചയായിട്ടും. വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തള്ളയന്ത്രപ്പങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ തന്നെ ഇങ്ങനെ സംസാരിക്കാറില്ല. ഇത് മോശമായിട്ട് കാണുകയും വേണ്ട. എനിക്ക് വളരെയധികം റെസ്പെക്റ്റുള്ള ഒരു സ്ലാങ്ങാണ് തിരുവനന്തപുരം സ്ലാങ്. അത് ഞാൻ തിരുവനന്തപുരത്ത് ഡിസ്കവറി എന്ന് പറയുന്ന ട്രൂപ്പ് ഏകദേശം ഒരു 12-13 വർഷമേ ആയുള്ളൂ ഞാൻ ട്രിവാൻഡ്രം കണ്ടു തുടങ്ങിയിട്ട്. അതുവരെയും ഞാൻ കൂടുതൽ സമയം പോകുന്നത് ആറ്റിങ്ങൽ, കൊല്ലം ആ ഏരിയകളിലാണ് പ്രോഗ്രാം ഇതായിട്ടൊക്കെ നടന്നത്. പിന്നീട് പ്രോഗ്രാമിന് പോയത് തിരുവനന്തപുരത്ത് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ചിരി ഉളവാക്കിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ആ ട്രൂപ്പിൽ ചെല്ലുമ്പോൾ ആ ട്രൂപ്പിലുള്ള മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം കാഞ്ഞിരംകുളം, പൂവാറ്, വിഴിഞ്ഞം, ബാലരാമപുരം, പിന്നെ കാട്ടാക്കട അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ വന്ന ഉടനെ എന്നോട് പറയും, തള്ളേ സുഖങ്ങളൊക്കെ തന്നെ, എടേ തള്ളേ നീ നമ്മളെ ട്രൂപ്പിൽ തന്നെ ഇടേ. ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എനിക്കൊരു ചിരി, എനിക്ക് തന്നെ അതൊരു കോമഡി ആയിട്ട് തോന്നി. ഇത് കൊള്ളാലോ, നല്ല ലാളിത്യമാർന്ന സ്ലാങ്. ഇത് മലയാളികൾക്ക് എല്ലാ സ്ഥലത്തും ഇഷ്ടമാവും. കാരണം എനിക്ക് മുമ്പ് തന്നെ ഈ തിരുവനന്തപുരം സ്ലാങ് അസലായിട്ട് പ്രിയദർശൻ ചിത്രങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. അമ്പിളിച്ചേട്ടൻ, മോഹൻലാൽ എന്ന് പറയുന്ന പ്രതിഭകൾ നിരവധി തവണ ഇത് ഉപയോഗിച്ചാണ്. പ്രിയദർശൻ സാറിൻ്റെ മിക്ക ചിത്രങ്ങളിലും തിരുവനന്തപുരം സ്ലാങ് ഉണ്ട്. അതിലാണ് പിന്നെ പറഞ്ഞിരിക്കുന്നതും രീതിയും അതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെയാണ് ഞാനത് മിമിക്രിയിൽ തന്നെ ഇത് കൊണ്ടുവന്നു. പിന്നെ കൈരളി TV-യിൽ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ജഗപുക. അതിൽ പ്രബുദ്ധൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പക്ക തിരുവനന്തപുരം ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള ഒരാളായിട്ട് തന്നെ വന്നു. അത് പ്രേക്ഷകർക്ക് ഇഷ്ടമായി. അതിനുശേഷമാണ് മമ്മൂക്ക കാണുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയാകുന്നതും. പിന്നെ അതിനുശേഷം എല്ലാ ആൾക്കാരും എൻ്റെ തലയിലാണ് വെച്ചത്. തിരുവനന്തപുരം സ്ലാങ് ഫുൾ സുരാജിൻ്റെയാണ് ക്രെഡിറ്റ് എന്നുള്ളൊരിതിൽ അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് മുമ്പും ഈ സ്ലാങ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെയും ചിലർ പറയുന്നത് അതിനകത്ത് ഈ സുരാജ് അതിനെ ഒരുതരം വികൃതമാക്കി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു പ്രിയദർശനൊക്കെ തിരുവനന്തപുരം ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയാണ്. സുരാജ് അടിസ്ഥാനപരമായിട്ടൊരു മിമിക്രിക്കാരനാണ്. അതിൻ്റേതായ ചില സ്വഭാവം കൂടി ഭാഷയ്ക്കകത്ത് കാണിച്ചു. അങ്ങനെയല്ലേ ചെയ്തത്? ഇല്ല, അങ്ങനെയല്ല ചെയ്തത്. ഇത് ശരിക്കും ബാലരാമപുരമല്ല, ശരിക്കും കളിയിക്കാവിള ആ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഇതാണ്. എന്താ ഒരു എഴച്ചിലുണ്ട്. വീണ്ടും അങ്ങോട്ട് ചെല്ലും തോറും ഇത് എഴഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ തിരുവനന്തപുരം സിറ്റി സ്ഥലത്തൊന്നും ഇങ്ങനെ സംസാരിക്കാറില്ല, ഞാൻ കേട്ടിട്ടുമില്ല. തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഈ സിറ്റി ഏരിയ മാത്രമല്ല, അതിങ്ങനെ നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡർ വരെയും കിടക്കുന്നതാണ്. അപ്പോൾ അവിടെയുള്ള സംസാരമെല്ലാം വളരെ നീട്ടാണ്. സംശയമുള്ളവർക്ക് പോയി നോക്കാം. ഞാൻ കേട്ട് പഠിച്ചതും അവിടെ നിന്നാണ്. താങ്കൾ ഈ കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാർ തന്നെ പറയല്ലേ തിരുവനന്തപുരം ഭാഷക്കാരൻ വരുന്നു എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ചില ഒരു സമീപനം ആൾക്കാരിൽ നിന്നുണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. ഞാൻ എവിടെ ചെല്ലണ്ടേ, രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം കാസർഗോഡ് ചെന്നാലേ എന്നെ തള്ള എന്തൊരു പീസുകളൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കുന്നു. ആ ഭാഷയോടുള്ള ഇഷ്ടം. ഇപ്പോൾ എനിക്ക് കോഴിക്കോടൻ സ്ലാങ് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്താക്കാടോ എന്ന് പറയും, കോഴിക്കോട് പറഞ്ഞ് കുറച്ച് അപ്പുറത്തോട്ടുള്ള ആ സ്ലാങ് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ അവിടെ ഉള്ളൊരു ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇപ്പോൾ അബൂ സലീമിക്ക വയനാട് എന്താക്കാ ജേടിയാ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. സുഖന്യ അനക്ക് സുഖം തന്നെയാ എന്നൊക്കെ ചോദിക്കുന്നത് അത് കളിയാക്കലല്ല, ശരിക്കും അതിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. ഇപ്പോൾ ഈ സ്ലാങ്ങിനോട് ഇഷ്ടക്കൂടുതൽ ഉള്ളത് കൊണ്ടാണ് എന്നെ കാണുമ്പോൾ കാസർഗോഡുള്ള ആൾക്കാരും കോഴിക്കോടുള്ള ആൾക്കാരും
തള്ളേ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര അഭിമാനമായിട്ട് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ മറ്റ് ഭാഷകളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ താങ്കൾക്ക് സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ഭാഷയാണ് താങ്കളുടെ ഒരു സ്വത്വം എന്ന് പറയുന്നത്. അതിൽ താങ്കൾക്ക് അഭിമാനിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ലോകത്ത് ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും ഭാഷയും ഉണ്ട്. സുരാജിൻ്റെ ഭാഷയുണ്ട്, എനിക്ക് എൻ്റെ ഭാഷയുണ്ട്. പക്ഷേ സുരാജ് തിരുവനന്തപുരത്തിന് വല്ലാതെ ചിത്രീകരിച്ചു എന്നുള്ള ഒരു ആക്ഷേപം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അവാർഡ് ദാനത്തിന് പോലും ഡൽഹിയിൽ താങ്കളുടെ പേര് വിളിക്കുമ്പോൾ മലയാളികൾ ഒരുപക്ഷെ അഭിമാനിക്കുകയാണ്. തീർച്ചയായിട്ടും അത് പിന്നെ ഞാൻ ഇത്രയും നേരം പറയുന്നതും അതാണ്. ഇപ്പോൾ എന്നോട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സുരാജ് നമ്മളൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചു. നമ്മളക്ക എങ്ങനെയാണോ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചു. അതിൽ നമ്മളക്ക എന്ന് പറയുന്നത് തിരുവനന്തപുരം സ്ലാങ്ങാണ്. എത്രയൊക്കെ മാറ്റിയാലും നമ്മൾ പഠിച്ചു വെച്ച സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ശീലിച്ചത് ഒരിക്കലും പിന്നെ പുറത്തു വരാതിരിക്കില്ല. എത്രയൊക്കെ മൂടി പിടിച്ചു വെച്ചാലും ഇത് പുറത്തു വരും. അതുപോലെ ഞാൻ ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ ഞാൻ സംസാരിക്കുന്നത് ഈ രീതിയാണ്. സുഖമാണോ, എന്തുകൊണ്ട് വിശേഷം, ഇങ്ങനെ എന്തുവാടേ എന്ന് ചോദിക്കും. പക്ഷേ ഇത് അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും മാറിയിരിക്കുന്നു. അത് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ചെയ്തത്. അല്ലാതെ ആരെയും കളിയാക്കാനോ ഒന്നിനുമല്ല. പക്ഷേ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം സ്ലാങ് ഇപ്പോൾ എല്ലാ ലോകം കംപ്ലീറ്റ് അറിഞ്ഞു സുരാജ്, നമുക്കതിൽ അഭിമാനമുണ്ട്. കുറേ പേര് നമ്മളെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ദുബായിലും അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുരാജ് നമ്മളെയൊക്കെ പിന്നെ ഇത് കാണുമ്പോൾ ആൾക്കാർ തള്ളേ എന്തരേ നമ്മളെ ഇപ്പോൾ സ്ലാങ്ങിനെയൊക്കെ അവർ കളിയാക്കി പറയട്ടെ. ഞാൻ പറയും കളിയാക്കുന്നുണ്ടല്ല, അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ആ ഭാഷ വളരെ ലളിതമായിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് പറയാനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മമ്മൂക്കയെ പോലെ ഒരാൾ എന്തുകൊണ്ട് ഈ തിരുവനന്തപുരം സ്ലാങ് എനിക്ക് സിനിമയിൽ ഉപയോഗിക്കണം എന്ന് ഇത്രയും വാശി പിടിക്കാൻ കാരണം അത് അദ്ദേഹത്തിന് അത്രയും വലിയൊരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമായതുകൊണ്ടാണ് സിനിമയിലേക്ക് യൂസ് ചെയ്തത്. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനെടുത്ത് ടി വിയിൽ പ്രയോഗിച്ചു, പ്രോഗ്രാമിൽ പ്രയോഗിച്ചു, പിന്നെ സിനിമകളിലും പ്രയോഗിച്ചിട്ടുണ്ട്, ഇനിയും പ്രയോഗിക്കും. അപ്പോൾ ഏതായാലും താങ്കൾക്കൊരു മേലുല്ലാസം, സിനിമാ രംഗത്തൊരു മേലുല്ലാസം ഉണ്ടാക്കി തന്നത് തിരുവനന്തപുരം ഭാഷ തന്നെയാണ്. ഭാഷയിലൂടെയാണ് ഞാൻ എൻട്രി ആയത്. തീർച്ചയായിട്ടും ഒരു ഹാസ്യ താരമെന്നുള്ള ഒരു ലേബലിൽ നിന്നിട്ട് താങ്കൾ ഈ പേരറിയാത്തവർ എന്ന ചിത്രത്തിൽ വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാക്ക് തന്നെ അങ്ങ് മാറിയില്ലേ അല്ലേ? അതിൻ്റേതായ ചില പ്രയാസങ്ങളും താങ്കൾക്ക് നേരിടേണ്ടി വന്നില്ലേ? ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഹാസ്യം. അതിൽ നിന്ന് താങ്കൾ മാറി വ്യത്യസ്തനായിട്ടൊരു കഥാപാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും മുഴുനീളമായിട്ട് അഭിനയ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്, ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയത് ഡോക്ടർ ബിജു സാറിൻ്റെയാണ്. അത് അദ്ദേഹത്തിന് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഒരു വലിയ അംഗീകാരമായിട്ട് തോന്നി. കാരണം ആ സമയത്തും ഞാൻ ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓണത്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട്, സുരാജ് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഷുവർ സാർ, എപ്പോഴാന്ന് പറഞ്ഞാൽ സാർ ഡേറ്റ് പറഞ്ഞാൽ മതി, ഞാൻ റെഡി. അപ്പോൾ കഥ ഒന്ന് കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വേണം. അങ്ങനെ പുള്ളി ഈ വീട്ടിൽ വന്ന് കഥ കേട്ടു. കഥ കേട്ടപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. സമൂഹത്തിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ഇതെല്ലാം ഒരു അനുഭവ സമ്പത്തുള്ളത് കൊണ്ട് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ കൂടുതൽ എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം.